ഇൻ്റർവ്യൂവിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ടൂൾസുകൾ ശരിക്കും നമുക്ക് ഇപ്പോൾ ഇതേവരെ ചോദിക്കുന്ന ഇൻ്റർവ്യൂകളിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്കൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിൻ്റെ കൺസെപ്റ്റ്, അതായത് നമ്മൾ ഈ കോഡിങ്ങിൻ്റെ കൺസെപ്റ്റ് ഇത് പക്ക പഠിച്ചിരിക്കണം. അപ്പോൾ ഡെയിലി ആയിട്ട് ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറയാം, റിയാക്ടിൻ്റെ ആണെങ്കിൽ റിയാക്ടിൻ്റെ കൺസെപ്റ്റുള്ള ലൈഫ് സൈക്കിൾ എന്താണ്, ഹുക്സ് എന്താണ്, ഇന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ കമ്പോണൻറ്റ് എന്താണ്, ഡാറ്റ ഷെയറിങ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ChatGPT-നോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൂൾസിനോട് ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞു തരും അവർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി പഠിക്കുക, പക്ക പെർഫെക്റ്റായിട്ട് നമ്മൾ പഠിച്ചേക്കുക. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആവുക. കാലഘട്ടങ്ങളായിട്ട് എന്തൊക്കെ ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, ടാസ്കുകൾ എന്തൊക്കെ ചോദിക്കാറ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണെന്ന് ഏത് തരം തയ്യാറാണ്. നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മളതിൻ്റെ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് ഇൻ്റർവ്യൂവും പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് നല്ല ജോലിക്ക് എത്താൻ പറ്റും.